ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ട സെപ്റ്റംബർ 1 മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തും. സമരത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാത സംരക്ഷണ സമിതി വീണ്ടും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ദേശീയപാത 85 സംബന്ധിച്ച കേസെടുത്തപ്പോൾ ഈ ഭാഗം വനമല്ലെന്ന് തെളിയിക്കാൻ സർക്കാർ കൈവശമുള്ള രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ദേശീയപാത അധികൃതർ ഹൈക്കോടതിയിൽ ഹാജരാവുകയും നേരിമംഗലം മുതൽ വാളറ വരെയുള്ള റോഡ് വികസനം നടക്കുന്ന ഭാഗം വനമല്ലെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയാണെന്നും രേഖകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ സർക്കാരിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വനമല്ലെന്ന സർക്കാർ നിലപാട് വാക്കാൽ പറയുകയാണ് ഉണ്ടായത്. ഇത് ഇക്കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സെപ്റ്റംബർ 1 മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തുന്നത്. സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് 1-ാം തീയതി ഇടുക്കിയുടെ മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ ഓഫീസിലേക്ക്, ചെറുതോണിയിലുള്ള ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. ജൂലൈ മാസം 11-ാം തീയതി ഉണ്ടായ കോടതി വിധി സർക്കാർ തെറ്റായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. സമരത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. 1 രാവിലെ 9 അടിമാലിയിൽ നിന്നും സമരത്തിൽ പങ്കെടുക്കാനുള്ള വാഹനങ്ങളും ആളുകളും ചെറുതോണിക്ക് പുറപ്പെടുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി.